ഞാനിവിടെ വന്ന് തിരിച്ച് നാട്ടിലോട്ട് പോകേണ്ട ടൈമായിട്ട് ഗൈസ്. ഇതുവരെയായിട്ട് ഇവിടുത്തെ പള്ളിയിലും കുർബാനയ്ക്കൊന്നും പോകാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് നല്ല ട്രാവലിംഗ് ദൂരം ഉണ്ട് കേട്ടോ ഇവിടുത്തെ പള്ളിയിലോട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ ഒരു സൺഡേ എന്തായാലും പള്ളിയിൽ പോയിട്ടുള്ള കാര്യമുള്ളൂ എന്ന് കേട്ടോ. അപ്പോൾ അതേ അപ്പോസൂടെ വന്നപ്പോൾ തന്നെ ആ ഒരു ചേച്ചി ഫോട്ടോ എടുക്കണുണ്ടിട്ട് ആളുടെ കൂടെ പോയി നിന്ന് ഫോട്ടോ എടുക്കുന്നത് കേട്ടോ. എന്നാൽ നമ്മൾ വിളിച്ചായിട്ട് കേൾക്കുകയുമില്ല, അവരുടെ ഫോട്ടോയിലിട്ട് നോക്കിയുമില്ല, സ്തംഭിച്ചിങ്ങനെ നിൽക്കാനാണ്. ഞങ്ങൾ വന്ന ടൈമിൽ വേറെ ഏതോ ഭാഷയിലുള്ള കുർബാന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അവിടെ. അച്ഛൻ ആശീർവാദം കൊടുത്ത് എല്ലാവരും പുറത്തിറങ്ങിയപ്പോൾ മനസ്സിലായിട്ടോ കുർബാന കഴിഞ്ഞിറങ്ങിയതാണെന്ന്. പിന്നെ നമ്മൾ അകത്ത് കയറി ഇനി പ്രാർത്ഥിക്കാനായിട്ടുള്ള ടൈം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതാണ് കേട്ടോ പള്ളി. ഇത് സെൻറ്റ് ജോസഫ് കത്തീഡ്രൽ ചർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള പള്ളിയാണ് കേട്ടോ. പിന്നെ അപ്പോസിറ്റ് വന്നപ്പോൾ തന്നെ വൈകിട്ട് കൈക്ക് കുപ്പിയൊക്കെ പിടിച്ച് കുറേ നേരമൊക്കെ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്ഥിരം പരിപാടി ഇതേ ആൾത്താരമ്മയ്ക്ക് ഓടി കയറായിരുന്നു. അപ്പോൾ പോയി അവനെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു മാസം നമ്മുടെ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പെരുന്നാളൊക്കെ ആണല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വേറെ എന്തോ പരിപാടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഈ ഒരു ടൈമിൽ. അങ്ങനെ ദേ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ദേ മാതാവിൻ്റെ ചാപ്പൽ കണ്ടു കേട്ടോ. അപ്പോൾ ദേ അവിടെ പോയി നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കേട്ടോ തിരിച്ച് വീട്ടിലോട്ട് പോയത്.